വിദ്വേഷ പ്രസംഗം പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം. ചട്ടങ്ങളും നിയമങ്ങളും പരസ്യമായി ലംഘിക്കുന്ന പ്രസ്താവനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. പ്രധാനമന്ത്രിയുടെ രാജസ്ഥാനിലെ പ്രസംഗം രാജ്യവിരുദ്ധം, മുസ്ലിങ്ങളെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് എന്നും പിണറായി വിജയൻ പറഞ്ഞു. മുസ്ലിമിനെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുക, സങ്കല്പ കഥകൾ കെട്ടിച്ചമച്ച് മുസ്ലിം വിരോധം ജനങ്ങളിൽ വളർത്തുന്നതിനുള്ള തനി വർഗീയ പ്രചരണമാണ് അദ്ദേഹം നടത്തിയത്. മുസ്ലിം വിഭാഗത്തെ നുഴഞ്ഞുകയറ്റക്കാരെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. നമ്മുടെ രാജ്യത്തിൻ്റെ സന്തതികളെ എങ്ങനെയാണ് നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്? തലമുറകളായി ഇവിടെ ജീവിച്ചു വരുന്നവരാണ്. രാജ്യത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ വിവിധ പങ്കുകൾ വഹിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ പ്രസ്ഥാനം എടുത്താൽ അതിനകത്ത് എല്ലാ ജനവിഭാഗങ്ങളുടെയും പങ്ക് കാണാൻ സാധിക്കും. ഇല്ലാ കഥകൾ കെട്ടിച്ചമച്ച് മുസ്ലിം വിരോധം സൃഷ്ടിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്. മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരായാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. രാജ്യത്തെ സന്തതികൾ എങ്ങനെയാണ് നുഴഞ്ഞുകയറ്റക്കാരാകുന്നത്? തലമുറയായി ഇവിടെ വളർന്നു വന്നവരാണ് അവർ. പ്രധാനമന്ത്രി രാജ്യത്തെ ഒന്നിച്ച് നയിക്കാൻ ബാധ്യതപ്പെട്ടയാളാണ്. പ്രത്യക്ഷതയിൽ വർഗീയതയാണ് പറയുന്നത്. കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകുന്നത് BJPക്ക് മനസ്സിലായി. BJPക്ക് ജനങ്ങൾ പരസ്പരം പോരടിക്കുകയാണ് വേണ്ടത്. നടപടി ഉണ്ടാകില്ലെന്ന ആത്മവിശ്വാസം എങ്ങനെ പ്രധാനമന്ത്രിക്ക് ഉണ്ടാകുന്നു? BJP നിലവിട്ട് പ്രവർത്തിക്കുകയാണെന്നും പിണറായി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.